മണിക്കൂറിൽ 40,000 മുതൽ 1,00,000 രൂപ വരെയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവന് അച്ഛന് സഹായിക്കണം. അപ്പൊ അവനും ഈ ഗെയിം കളിച്ചു. ആദ്യം 1 രൂപ ഇട്ടു, വീണ്ടും ക്യാഷ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു. ഈ ഓൺലൈൻ ഗെയിമിങ്ങിന്റെ ലോട്ടറി എടുത്തവര് ജീവിതത്തിൽ ഒരിക്കൽ പോലും ലോട്ടറി കിട്ടിയില്ലെങ്കിൽ അത് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. കാരണം ലോട്ടറി അടിക്കുക എന്നല്ല, അതിനെക്കുറിച്ചുള്ള ചിന്തയാണ് അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നമുക്ക് ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ, ബോധവൽക്കരണം നടത്തുക. ഓൺലൈൻ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ബൂമിങ് ഇൻഡസ്ട്രിയാണ്. ടാലന്റഡ് ആയിട്ടുള്ള ഓൺലൈൻ ഗെയിമേഴ്സും വളരെ ആരോഗ്യപരമായ രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വരണം. അതിന് ഓൺലൈൻ ഗെയിമിംഗ് സ്റ്റേഷൻസ് വേണം, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം. ഈ ഉഡായിപ്പ് ഗെയിമുകളല്ല ഓൺലൈൻ ഗെയിം എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം വേണം. ഒപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് എക്കണോമിക്കലി എങ്ങനെ ഒരു നല്ല ഇൻവെസ്റ്റർ അല്ല, സാമ്പത്തികപരമായിട്ട് ഒരു നല്ല രീതിയിൽ അച്ചടക്കം പാലിക്കുക എന്നുള്ളതൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ പറഞ്ഞ് ബോധ്യപ്പെട്ട് മനസ്സിലാക്കി കൊടുക്കണം. ഇതൊന്നും ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഇൻഫ്ലുവൻസേഴ്സ് ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു, കോടികൾ ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ ചെന്ന് തലവെച്ച് കൊടുക്കും. അതാണ് സംഭവിക്കുക.